ഈ വീഡിയോയിൽ നമ്മൾ ട്രംപ് ഷീ ജിൻപിങ് ആ ഒരു വിഷയമാണ് ആദ്യം നോക്കുന്നത്. അതിൽ ആദ്യമേ നമ്മൾ കുറേ നാളുകൊണ്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ട്രംപ് ടെലിഫോണിൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്, ഷീ ജിൻപിങ് വിളിക്കണം എന്ന് പറഞ്ഞിട്ട് പാശ്ചാത്യ മാധ്യമങ്ങളെല്ലാം തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ ഷീ ജിൻപിങ്ങും ട്രംപും ടെലിഫോൺ കോൺവെർസേഷൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വാർത്തയിൽ കൊടുത്തിരിക്കുന്നത് ട്രംപിൻ്റെ റിക്വസ്റ്റ് പ്രകാരം ഷീ ജിൻപിങ്ങും ട്രംപും ടെലിഫോൺ കോൺവെർസേഷൻ നടത്തി. ഇതിനകത്ത് വളരെ പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട വിഷയം, ഈ ഒരു ഇൻവേർട്ടഡ് കോമയിൽ ഞാൻ കൊടുക്കുന്ന ട്രംപിൻ്റെ റിക്വസ്റ്റ് പ്രകാരം അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ചൈന ഈ വാർത്ത ഇതേപോലെ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ചൈന പറഞ്ഞിരിക്കുന്നത് അമേരിക്കയുടെ താല്പര്യപ്രകാരം അമേരിക്ക നല്ല രീതിയിൽ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു കോൺവെർസേഷൻ നടന്നത് എന്നാണ് ചൈനയുടെ സൈഡിൽ നിന്ന് പറയുന്നത്. രണ്ടുപേരും തമ്മിൽ അവർ റിക്വസ്റ്റ് ചെയ്താലും ഇവർ റിക്വസ്റ്റ് ചെയ്താലും ഇവർ സംസാരിച്ചു. അവസാനം എപ്പോഴത്തെയും പോലെ ട്രംപ് ഇപ്പം പുട്ടിൻ്റെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ എന്താണ് സ്റ്റേറ്റ്മെന്റ് പുറത്തുവിടുന്നത്, വളരെ പോസിറ്റീവായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളായിരിക്കും പുറത്തുവിടുന്നത്. ഇപ്പം ഡൊണാൾഡ് ട്രംപും പുട്ടിനും ഒരു കോൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഉക്രൈൻ്റെ ഈ ഒരു 41 എയർക്രാഫ്റ്റ് റഷ്യക്കുള്ളിൽ കയറി അറ്റാക്ക് ചെയ്ത ആക്രമണത്തിന് ശേഷം ട്രംപും പുട്ടിനും സംസാരിച്ചിട്ടുണ്ട്. ആ സംസാരം കഴിഞ്ഞിട്ട് ട്രംപ് പുറത്ത് പറഞ്ഞത് അത്ര നല്ലൊരു വാർത്തയല്ല. പറഞ്ഞത് ഒരു പീസ് ടോക്കിനുള്ള സാധ്യത ഇപ്പോൾ ഇല്ല എന്നുള്ള നിലയിലാണ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ അതായത് റഷ്യയും ഉക്രൈനും വീണ്ടും കുറേ നാളുകൂടി യുദ്ധം നടത്തും എന്നാണ് പൊതുവിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഏകദേശം ആ ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആയുധങ്ങൾ ഉക്രൈനിന് വാരിക്കോരി കൊടുക്കാൻ വേണ്ടിയിട്ട് നാറ്റോ രാജ്യങ്ങൾക്കും അതേപോലെ തന്നെ യൂറോപ്യൻ കൺട്രീസിനൊക്കെ പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരിനി ധാരാളം ആയുധങ്ങൾ അങ്ങോട്ട് ഉക്രൈനിലേക്ക് കൊടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. UK ഒക്കെ ഓൾറെഡി തന്നെ 1 ലക്ഷം ഡ്രോൺ സപ്ലൈ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഈ വിഷയം ഇങ്ങനെ ഇരിക്കെ തന്നെ ഷീ ജിൻപിങ്ങും ട്രംപും തമ്മിലുള്ള കോൾ കഴിഞ്ഞിട്ട് ട്രംപ് പറഞ്ഞ വിഷയം എന്ന് പറഞ്ഞാൽ വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു കോളായിരുന്നു. അതേപോലെ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതേപോലെ എക്കോണമിക് സഹകരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഞങ്ങൾ വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു. എന്നാൽ പിന്നെ ഷീ ജിൻപിങ് പറഞ്ഞു, എന്നാൽ പിന്നെ നിങ്ങൾ ടൈം ഉണ്ടെങ്കിൽ ഒന്ന് ചൈന സന്ദർശിക്കൂ, ബീജിംഗ് വരെ ഒന്ന് വന്നു പോകാമല്ലോ എന്ന് ചൈന വിളിച്ചതായിട്ടും അതിന് ട്രംപ് വളരെ ഉദാര മനസ്സോടുകൂടി എന്നാൽ ഞാൻ വരാം, സമയം കിട്ടുമ്പോൾ ഞാൻ അങ്ങോട്ട് സന്ദർശിക്കാമെന്നൊക്കെ പറഞ്ഞ് പിരിഞ്ഞതായിട്ടാണ് ഈ ഒരു വാർത്ത അറിയാൻ കഴിയുന്നത്. അപ്പോൾ അതായത് വൈകാതെ തന്നെ ഒരു ചൈന സന്ദർശനം ട്രംപ് നടത്തുന്നതായിരിക്കും. അതാണ് ഇപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ഒരു സന്ദർശനത്തോടുകൂടി ചൈനയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ചെറിയ തോതിൽ ഈ ഒരു ട്രേഡ് അൺസർട്ടനിറ്റിക്ക് ഒരു തീരുമാനം ഉണ്ടാക്കാനോ സാധ്യതയുണ്ട്. ട്രംപ് അമേരിക്കയുടെ ഉള്ളിൽ ശരിക്കും കത്തിപ്പുകയാണ്. അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം ഇതുവരെ കൂടെ നിന്നിരുന്ന ഡോഡ്ജിന്റെ തലപ്പത്തുണ്ടായിരുന്ന ഇലോൺ മസ്ക് തന്നെ ഇപ്പം സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്തിപ്പെട്ടിരിക്കുന്നത്. ഇലോൺ മസ്ക് പറഞ്ഞിരിക്കുന്നത് ഈ സൂപ്പർ ബിഗ് ബഡ്ജറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പുറത്തിറക്കിയ ബഡ്ജറ്റിന്റെ ഡെഫിസിറ്റിനെയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഏതാണ്ട് 3 മാസം കൂടുമ്പം അമേരിക്ക 1 ട്രില്യനോളം ഇൻട്രസ്റ്റ് ഇനത്തിൽ പേ ചെയ്യേണ്ടി വരുന്നു എന്നുള്ള ഷോക്കിംഗ് ന്യൂസൊക്കെ വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഇലോൺ മസ്ക് ഈ ട്രംപ് അഡ്മിനിസ്ട്രേഷനെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതൊക്കെ മനസ്സിൽ ശരിക്കും പറഞ്ഞാൽ ട്രംപ് ഇലോൺ മസ്ക് ഇത്രമാത്രം കാര്യങ്ങളൊക്കെ ഗവൺമെന്റിന്റെ ഉള്ളിൽ നിന്നും ചെയ്തിട്ട് സഹകരിച്ച് പ്രവർത്തിച്ചിട്ട് ഇങ്ങനെ പുറത്തു പോയിരുന്നുകൊണ്ട് 2 ദിവസത്തിനകത്ത് സർക്കാരിനെ തന്നെ തിരിച്ചടിക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ പുറത്തുവിടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ആ ഒരു പ്രതീക്ഷയ്ക്കൊക്കെ മങ്ങലേൽപ്പിച്ചുകൊണ്ട് ഇലോൺ മസ്ക് ശക്തമായി ആഞ്ഞടിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അപ്പോൾ എന്തായാലും ഇതിനെ മുതലാക്കിക്കൊണ്ട് മാധ്യമപ്രവർത്തകർ, അതായത് US മാധ്യമങ്ങൾ ട്രംപിനും ഇലോൺ മസ്കിനും ഓൾറെഡി തന്നെ ഒരു ക്ലാഷ് ഉണ്ടാകുന്ന രീതിയിലുള്ള വാർത്തകളാണ് പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള വാർത്തകൾ അവിടെ കുക്ഡ് അപ്പ് സ്റ്റോറീസ് ആയിട്ട് മെയിനായിട്ട് അവിടെ മെയിൻ സ്ട്രീം ചാനൽസ് എല്ലാം തന്നെ പബ്ലിഷ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. അമേരിക്കയുടെ ഉള്ളിലുള്ള ന്യൂസുകളൊക്കെ പരതി വായിച്ചു കഴിഞ്ഞാൽ ഈ ഒരു നറേറ്റീവ്, ഈ ഒരു പ്രൊപ്പഗണ്ട നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് ട്രംപും മസ്കും തമ്മിൽ കടുത്ത ശത്രുത വരുന്ന രീതിയിലുള്ള വാർത്തകളാണ് അവിടെ അടിച്ചിറക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എലോൺ മസ്ക് പറയുന്നതിൽ കാര്യമുണ്ട്. കാര്യം 3 മാസം കൂടുമ്പോഴത്തേക്കും 1 ട്രില്യൺ ഇങ്ങനെ ഇൻട്രസ്റ്റ് ഇനത്തിൽ മാത്രം പേ ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ വൈകാതെ തന്നെ അമേരിക്ക ഒരു റിസഷനിലോട്ട് പോകും. അത് അതിരൂക്ഷമായ നിലയിൽ ബാങ്ക്രപ്സി ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കമ്പനികൾ അമേരിക്ക വിടാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ട്രേഡ് പോളിസി, ട്രംപിന്റെ താരിഫ് ട്രേഡ് പോളിസിയാണ് ഈ ഒരു അൺസർട്ടനിറ്റി ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയപ്പെടുന്നുണ്ട്. കൊക്കക്കോള കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം ഞാൻ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഫുൾ വീഡിയോ തന്നെ സംസാരിക്കാനുള്ള വിഷയം അതിനകത്തുണ്ട്. അതായത് ക്വെൻസി, കൊക്കക്കോള കമ്പനിയുടെ CEO ക്വെൻസിയും ട്രംപും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന വാക്പോരുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട് ക്വെൻസി നിരത്തിയ തെളിവുകൾ, എങ്ങനെയാണ് കമ്പനി എങ്ങനെയാണ് കമ്പനി 2-3 വർഷത്തേക്ക് പിടിച്ചു നിൽക്കാൻ പോകുന്നത് എന്നുള്ളൊരു വിഷമകരമായ കാര്യങ്ങൾ, അതായത് ഈ ഒരു താരിഫുമായിട്ട് ബന്ധപ്പെട്ട് അലുമിനിയം താരിഫുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കൊക്കക്കോള കമ്പനി ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽട്ടീസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അതിനകത്ത് വിശദമായിട്ട്. അപ്പോൾ എന്തായാലും ഈ രീതിയിലാണ് കാര്യങ്ങൾ. അതുപോലെ ജർമ്മൻ കമ്പനി ആയിട്ടുള്ള GM എന്ന് പറഞ്ഞ ആ ഒരു വെഹിക്കിൾ മാനുഫാക്ചറിങ്, അതായത് കാർ മാനുഫാക്ചറിങ് കമ്പനി അമേരിക്ക വിടും എന്നൊക്കെ പറയുന്നുണ്ട്. അവർ ഏതാണ്ട് അമേരിക്കയുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് ഷട്ട് ചെയ്ത് പോകാനുള്ള ഏർപ്പാടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.
ഇതുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയിൽ ഒരുപാട് അൺസർട്ടനിറ്റി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ആ ഒരു വിഷയങ്ങളൊക്കെ വൈകാതെ തന്നെ പുറത്ത് 1 by 1 ആയിട്ട് വരും. അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അമേരിക്ക എന്തിനാണ് യമനിൽ നിന്നും ഹാരി എസ് ട്രൂമൻ എന്ന് പറഞ്ഞ ആ ഒരു വാർഷിപ്പിനെ എടുത്തുകൊണ്ട് പോയത് എന്നുള്ളതിനെ ചൊല്ലി ഞാനൊരു വാർത്ത ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് പേര് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ അറ്റാച്ച് ചെയ്തേക്കാം. ഇപ്പോൾ ദ വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ വീഡിയോ ഇട്ടത് ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് മുമ്പാണ്. ഇപ്പോൾ വാൾ സ്ട്രീറ്റ് ജേർണൽ അതുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അമേരിക്ക പേടിച്ചിട്ടാണ് അവിടെ നിന്ന് കപ്പൽ എടുത്തുകൊണ്ട് പോയത് എന്നുള്ളൊരു വാർത്തയാണ് അമേരിക്കൻ മാധ്യമമായിട്ടുള്ള വാൾ സ്ട്രീറ്റ് ജേർണൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അന്ന് ഞാൻ ഈ വീഡിയോ ഇട്ടപ്പോഴത്തേക്കും അതിൻ്റെ അടിയിൽ കുറേ നെഗറ്റീവ് കമൻറ്റുകളും ആൾക്കാർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇത് അങ്ങനെയല്ല, ഇങ്ങനെയാണ്, അമേരിക്ക ഇതാണ് അതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ സംഭവം ഇതാണ്, എറിട്രിയയിൽ നിന്നും ഹൂത്തികളുടെ ടീം ഈ ഹാരി എസ് ട്രൂമനെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. ആ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയതിന്റെ പേരിലാണ്, അഥവാ ഹൂത്തികൾ എങ്ങാനും ഈ ഒരു ഹാരി എസ് ട്രൂമനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ഉണ്ടാകുന്ന നാണക്കേട് ചെറുതല്ല. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഭീതിയിലാണ് അവിടെ നിന്ന് സ്ഥലം വിട്ടത്. ഹൂത്തികളെ വരുതിക്ക് വരുത്താൻ കഴിഞ്ഞില്ല, അതൊരു സൈഡിലിരിക്കെ, അതൊരു അഭിമാന പ്രശ്നമായി ഒരു സൈഡിലിരിക്കെ തന്നെ ഏതാണ്ട് 1.8 ബില്യന്റെ നഷ്ടമാണ് അമേരിക്കയ്ക്ക് ഉണ്ടായത്. ഇതും വാൾ സ്ട്രീറ്റ് ജേർണൽ വളരെ വ്യക്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. റഷ്യ ഉക്രൈൻ്റെ ഉള്ളിൽ 4 നിർണായകമായിട്ടുള്ള ലൊക്കേഷൻസ് ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് ഞാൻ ഈ കാണിക്കുന്ന ഉക്രൈൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിംഗ് ആണ്. ഈ അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിങ്ങിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിങ്ങിന്റെ ഉക്രൈൻ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിങ്ങിന്റെ 2 ഫോട്ടോസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ മുകളിൽ കാണുന്നത് ആ ബിൽഡിങ്ങിന്റെ ആക്ച്വൽ സ്ട്രക്ചറും, താഴെ കാണുന്നത് റഷ്യയുടെ ആക്രമണത്തിന് ശേഷമുള്ള ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിങ്ങിന്റെ ആ ഒരു സ്ട്രക്ചറുമാണ്. ഈ ഒരു ആക്രമണത്തെ, പ്രത്യേകിച്ച് ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിംഗ് ആക്രമണത്തിനെ സെലൻസ്കി പറഞ്ഞിരിക്കുന്നത് തീവ്രവാദപരമായിട്ടുള്ള ആക്രമണമാണെന്നാണ് വിലയിരുത്തുന്നത്. അപ്പോൾ അതായത് ഉക്രൈൻ റഷ്യക്കുള്ളിൽ നടത്തുന്നതെല്ലാം നല്ല ആക്രമണങ്ങളും റഷ്യ ഉക്രൈൻ്റെ ഉള്ളിൽ നടത്തുന്നതെല്ലാം തീവ്രവാദ ആക്രമണങ്ങളും. അങ്ങനെയാണ് പൊതുവിൽ കാണുന്നത്. നമ്മളുടെ പ്രേക്ഷകർ കുറേ ആൾക്കാരും കൂടി അങ്ങനെ തന്നെയാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയാണ്, റഷ്യക്കുള്ളിൽ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് എത്രയോ റെയിൽവേ ബ്രിഡ്ജുകൾ അറ്റാക്ക് ചെയ്ത് ഏതാണ്ട് 50-60 ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ റെയിൽവേ ട്രാക്ക്, റെയിൽവേ ബ്രിഡ്ജ് എന്നൊക്കെ പറയുന്നത് സാധാരണ ജനങ്ങൾ യൂസ് ചെയ്യുന്ന ആ ഒരു പബ്ലിക് പ്രോപ്പർട്ടിയാണ്. ആ പ്രോപ്പർട്ടിയെ ആക്രമിക്കുന്നതാണോ, അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിങ്ങിനെ ആക്രമിക്കുന്നതാണോ തീവ്രവാദപരം എന്നുള്ളത് പ്രേക്ഷകരായ നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. ഞാനിപ്പോൾ അതിനകത്ത് അഭിപ്രായമൊന്നും പറയുന്നില്ല. കാരണം നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡ് പറയുന്നു, മറ്റേ സൈഡ് പറയുന്നില്ല എന്നുള്ള വാദങ്ങളൊക്കെ വരുന്നുണ്ട്. യുദ്ധം ഒരിക്കലും നല്ലതല്ല. പക്ഷേ റഷ്യ നാറ്റോയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഈ ഒരു യുദ്ധം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനിയിപ്പം നിങ്ങൾ പറയുന്നത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഉക്രൈൻ അനുഭാവികളായിട്ടുള്ള ആൾക്കാർ പറയുന്നത് നമുക്കൊരു അനുഭവമില്ല, നമ്മൾ ഉക്രൈനിലെ സെലൻസ്കിയുടെ മണ്ടത്തരങ്ങൾ മാത്രമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഈ ആക്രമണങ്ങൾക്കൊക്കെ ഉക്രൈൻ റിറ്റാലിയേറ്റ് ചെയ്യുന്നുണ്ട്. ഉക്രൈൻ ബെലോറസ് എന്ന് പറഞ്ഞ ആ ഒരു രാജ്യവും റഷ്യയും തമ്മിലുള്ള ആ ഒരു ബോർഡറിന്റെ ഏരിയയിൽ റഷ്യയുടെ ഇഷ്കന്ദർ മിസൈൽ സൂക്ഷിപ്പ് കേന്ദ്രം അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഏരിയയിൽ, ഞാൻ ഈ മാപ്പിൽ കാണിക്കുന്ന ആ ഒരു ഏരിയയിൽ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഉക്രൈൻ റഷ്യക്കുള്ളിൽ, അതായത് രണ്ടുപേരും ബാക്ക് ടു ബാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണങ്ങൾ നടന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പം ഇതിനകത്ത് റഷ്യയാണോ ഉക്രൈനാണോ ഇങ്ങനെയൊന്നും വിലയിരുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഈ യുദ്ധം ഇപ്പോൾ തൽക്കാലം അവസാനിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് പൊതുവിൽ മനസ്സിലാക്കേണ്ട കാര്യം. ജപ്പാൻ 3 ബില്യൺ ഉക്രൈന് കൊടുത്തിരിക്കുകയാണ്. അതായത് റഷ്യയുടെ ഫണ്ടാണ് 3 ബില്യൺ ഉക്രൈന് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ ആഴ്ച തന്നെ കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പം അത് പറഞ്ഞിരിക്കുന്നത് അത് ലോൺ ആയിട്ടാണ് കൊടുക്കുന്നതാണ് പറയുന്നത്. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ റഷ്യയ്ക്കും ജപ്പാനും തമ്മിൽ ഫ്യൂച്ചറിൽ നല്ല റിലേഷൻഷിപ്പ്, നല്ല ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ്, ടൈസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഉക്രൈനിന് ഇപ്പോൾ കൊടുക്കുന്ന ഈ ഒരു 3 ബില്യൺ അത് റഷ്യയുടെ പൈസ ആയതുകൊണ്ട് തന്നെ പിന്നീട് അത് ബാക്ക് ഫയർ ചെയ്യാനുള്ള സാധ്യത മുന്നോട്ട് കാണുന്നുണ്ട് ജപ്പാൻ. പിന്നീട് റഷ്യയുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് വന്നു കഴിഞ്ഞാൽ ഈ 3 ബില്യന് ജപ്പാൻ ഉത്തരം പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ലോൺ ആയിട്ട് കൊടുക്കുന്നത്. പിന്നെ ഇപ്പോൾ പൊതുവിലെ ഉക്രൈനിൽ പൈസ കൊടുക്കുന്ന എല്ലാവരും തന്നെ ലോൺ ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. കാരണം പിന്നീട് അത് റെയർ എർത്ത് മിനറൽസോ എന്തെങ്കിലുമായിട്ടൊക്കെ ഈടാക്കാം എന്നുള്ളൊരു ധാരണയിലാണ് ഇപ്പോൾ ഇത് ഈ രീതിയിൽ എല്ലാവരും തന്നെ, ജർമ്മനി ആയിക്കോട്ടെ, നാറ്റോ രാജ്യങ്ങളായിക്കോട്ടെ, ആരായാലും തന്നെ ഇപ്പോൾ ലോൺ ആയിട്ടാണ് കൊടുക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അമേരിക്ക കൊടുത്ത ഫണ്ട് എല്ലാം തന്നെ അത് ഫ്രീ ബീസ് ആണെന്നുള്ള രീതിയിൽ സെലൻസ്കി സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയതാണ് ഇതിനെല്ലാം വിനയായി തീർന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ പൈസ കൊടുക്കുന്ന ആൾക്കാരെല്ലാം തന്നെ ലോൺ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ ഗാസയ്ക്ക് ഫുൾ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ഇസ്രായേലിന് ഈ ആയുധങ്ങൾ ഒന്നും തന്നെ സപ്ലൈ ചെയ്യില്ല എന്നുള്ള നിലപാട് എടുത്തിരിക്കുന്ന അതേ മൊമെന്റിൽ ജർമ്മനിയുടെ ചാൻസലർ മെഴ്സ് ഫെഡറിക്
പറഞ്ഞിരിക്കുന്നത്, ഞാൻ യൂറോപ്പിന് ഗാസയെക്കുറിച്ച് എനിക്ക് വിഷമമുണ്ട്, ഇസ്രായേൽ ഗാസയ്ക്കുള്ളിൽ നടത്തുന്ന ആക്രമണങ്ങളെ ഗണ്ണിക്കുന്ന ഇതേ ഒരു ടൈമിൽ തന്നെ ഇസ്രായേൽ എന്ന സ്റ്റേറ്റിനെ സേഫ് ഗാർഡ് ചെയ്യാനുള്ള റൈറ്റ്സ് ഇസ്രായേലിന് ഉണ്ട് എന്ന് ജർമ്മനി ശക്തമായിട്ട് വിശ്വസിക്കുന്നതായിട്ടാണ് മേഴ്സ് ഫെഡറിക് പറഞ്ഞിരിക്കുന്നത്. ഇത് തികച്ചും യൂറോപ്യൻ യൂണിയന്റെ സ്റ്റേറ്റ്മെന്റിന് എതിരെ വരുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിനോടൊപ്പം ഇസ്രായേലിന് ആയുധങ്ങൾ കൊടുക്കാൻ ജർമ്മനിക്ക് യാതൊരു തടസ്സവുമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലാണ് മേഴ്സ് ഫെഡറിക്കിന്റെ സ്റ്റേറ്റ്മെന്റ്. ശരിക്കും യൂറോപ്യൻ യൂണിയൻ അന്തം വിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ജർമ്മനിയുടെ ഈ നിയുക്ത ചാൻസലറിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത്. നിയുക്ത ചാൻസലർ എന്ന് പറഞ്ഞാൽ പുള്ളി തന്നെയാണ് ചാൻസലർ ആവാൻ പോകുന്ന ആൾ. അത് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പുള്ളി പറഞ്ഞു വെക്കുന്നത്. ഈ സ്റ്റുഡൻസ് വിസ ബാൻ ചെയ്ത് വെച്ചിരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ ഉള്ളിൽ ചെറിയ രീതിയിൽ പ്രൊട്ടസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വരുന്നുണ്ട്. കാരണം അമേരിക്കയുടെ GDP-യിൽ 10% ഈ സ്റ്റുഡൻസ് കൊടുക്കുന്ന ഈ ഒരു ഫീസിൽ നിന്നും കിട്ടുന്ന വരുമാനമാണെന്നാണ് വിലയിരുത്തലല്ല, അത് ഫാക്റ്റാണ്. വരുമാനമാണെന്നുള്ളതാണ് ഫാക്റ്റ്. അപ്പോൾ ഈ ഫാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു 10% GDP-യിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഈ ഒരു സ്റ്റുഡൻസ് വിസ ഇങ്ങനെ ബാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് നിരുത്തരവാദപരമാണെന്നാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ മേലിൽ വരുന്ന ആരോപണം. ഇന്തോനേഷ്യ പെട്ടെന്നൊരു പ്രസ്താവന, J-10 ചൈനയിൽ നിന്നും J-10 ഫൈറ്റർ ജെറ്റ് മേടിക്കാനുള്ള എഗ്രിമെന്റ് ഒപ്പിട്ടതായിട്ട് പറയപ്പെടുന്നുണ്ട്. അതിന്റെ ഡിസ്കഷൻസ് നടന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഇതിനകത്ത് എന്താണ് കൺഫർമേഷൻ എന്നറിയത്തില്ല. പക്ഷേ ചൈനയും ഇന്തോനേഷ്യയും തമ്മിൽ J-10 ഫൈറ്റർ ജെറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇന്തോനേഷ്യ വാങ്ങിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഇതിന്റെ സത്യാവസ്ഥ 1-2 ദിവസത്തിനകത്ത് കൺഫേം ആയിട്ട് ഇന്തോനേഷ്യൻ ഗവൺമെന്റ് ഇതിനെ പബ്ലിഷ് ചെയ്തതിനു ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇന്ത്യ പാകിസ്ഥാനെ അന്താരാഷ്ട്ര തലത്തിൽ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. പക്ഷേ എന്നിരുന്നാലും ഏത് രാജ്യമായാലും നമ്മൾ എക്കണോമിക്കലി അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കൊടുക്കുന്ന രീതിയിൽ ഇന്ത്യയുമായിട്ട് വ്യാപാര ബന്ധമുള്ള രാജ്യങ്ങൾ വേണമെങ്കിൽ ഇന്ത്യ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ പരിധി വരെയൊക്കെ ഒബേ ചെയ്ത് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഡിപ്ലോമാറ്റിക് റിലേഷനിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ഒരു രാജ്യത്തിനെ ഉപരോധിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് സിംബോളിക്കലി പല രാജ്യങ്ങളും, ചിലപ്പോൾ നമ്മളോടൊപ്പം നിൽക്കുന്ന രാജ്യങ്ങൾ പാകിസ്ഥാനുമായിട്ട് നമ്മൾ ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്നും ചില രീതിയിലുള്ള ഒഴിവാക്കലുകൾ, അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു മാർക്കറ്റിൽ നമുക്കൊരു സ്പേസ് കിട്ടത്തില്ല എന്നുള്ള രീതിയിലുള്ള ചില അണ്ടർസ്റ്റാൻഡിങ്ങിന് പുറത്ത് പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം ഒരു പക്ഷേ ലിമിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ യുണൈറ്റഡ് നേഷൻസിൽ നിന്നും വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, അമേരിക്കയിൽ നിന്നും വരുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പാകിസ്ഥാനെ ഒരു രീതിയിലും ഇന്ത്യ ഐസൊലേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വസ്തുതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അമേരിക്ക നല്ല രീതിയിൽ പാകിസ്ഥാനെ വെച്ച് കളിക്കുന്നുണ്ട്. അത് ഒരു സൈഡിൽ ഇരിക്കെ പിന്നെ നമ്മൾ അമേരിക്കക്കെതിരെ പറയുന്നു പറഞ്ഞാൽ നമ്മൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഫാക്റ്റാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിലും താല്പര്യം ഇല്ലെങ്കിലും ഫാക്റ്റ് നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ വരും. പക്ഷേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാറ്റി പറയാൻ പറ്റത്തില്ല. അതാദ്യം മനസ്സിലാക്കിക്കൊള്ളുക. അമേരിക്കയുടെ ഇപ്പോഴത്തെ പോക്ക് അങ്ങനെയാണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഗ്യാപ്പ് ഇങ്ങനെ വലുതായി വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. പാകിസ്ഥാനെ വെച്ചിട്ട് ഇന്ത്യക്ക് എതിരെ അമേരിക്ക കുത്തിത്തിരിപ്പുണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ അതാ യുണൈറ്റഡ് നേഷൻസ് 2 സുപ്രധാന പോസ്റ്റുകളാണ് പാകിസ്ഥാന് കൊടുത്തിരിക്കുന്നത്. എന്താണ് കൊടുത്തിരിക്കുന്ന ആ ഒരു ഡെസിഗ്നേറ്റഡ് പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെയർ ഓഫ് താലിബാൻ സാങ്ഷൻസ് കൗൺസിൽ, അത് താലിബാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഉണ്ടാക്കുന്ന സാങ്ഷൻസിന്റെ എല്ലാത്തിൻ്റെയും ചുമതല പാകിസ്ഥാന് കൊടുത്തിരിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാന്റെ റൈറ്റ്സ് എടുത്ത് പാകിസ്ഥാന്റെ കയ്യിൽ കൊടുത്തതുപോലെയുള്ള ഒരു ഏർപ്പാടാണ്. ഇതിനെതിരെ അഫ്ഗാനിസ്ഥാൻ വൈകാതെ തന്നെ സ്റ്റേറ്റ്മെന്റുമായിട്ട് പുറത്തു വരും. ഈ ഒരു ചെയർ പൊസിഷൻ പാകിസ്ഥാന് കിട്ടിയത് ഇന്ത്യക്ക് നല്ലതാണ്. കാരണം ഇനി താലിബാനുകൾക്കെതിരെ പാകിസ്ഥാൻ എടുക്കുന്ന നടപടികൾ ശരിക്കും പാകിസ്ഥാനിൽ തിരിച്ചടി ഉണ്ടാക്കും. അഫ്ഗാനിസ്ഥാന്റെ സൈഡിൽ നിന്ന് പ്രഷർ നല്ല രീതിയിൽ പാകിസ്ഥാന്റെ ഉള്ളിൽ ഇനിയും ഈ ഒരു തെഹ്രീക്ക് താലിബാൻ ആയിക്കോട്ടെ, അതേപോലെ അഫ്ഗാനിസ്ഥാൻ സൈഡിൽ നിന്ന് നല്ല രീതിയിലുള്ള ആക്രമണങ്ങൾ പാകിസ്ഥാന്റെ ഉള്ളിൽ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പാകിസ്ഥാൻ ഈ ഒരു ചെയർ പൊസിഷൻ ഏറ്റെടുക്കുന്നത് ഡിപ്ലോമാറ്റിക്കലി പാകിസ്ഥാൻ റിലേഷൻഷിപ്പിൽ ഒരു വിള്ളൽ വീഴ്ത്തുമെന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. അടുത്ത പൊസിഷൻ എന്ന് പറഞ്ഞാൽ വൈസ് ചെയർ ഓഫ് കൗണ്ടർ ടെററിസം കൗൺസിൽ. ഈ കൗണ്ടർ ടെററിസം കമ്മിറ്റിയുടെ വൈസ് ചെയർ പൊസിഷൻ പാകിസ്ഥാൻ കൊടുത്തിരിക്കുകയാണ്. അതായത് തീവ്രവാദിക്ക് തന്നെ തീവ്രവാദിയെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു കസേരയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു പൊസിഷനാണ് പാകിസ്ഥാൻ കൊടുത്തിരിക്കുന്നത്. ഇത് ആരാണ് തീവ്രവാദി, കള്ളൻ്റെ കയ്യിൽ തന്നെ താക്കോൽ കൊടുക്കുന്ന ഏർപ്പാട്, അത് തന്നെയാണ് ഇപ്പം യുണൈറ്റഡ് നേഷൻസ് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ പാകിസ്ഥാൻ എന്തോ തീവ്രവാദത്തിന്റെ വിക്റ്റിമായിട്ടും പാകിസ്ഥാൻ അതിരൂക്ഷമായ നിലയിൽ തീവ്രവാദത്തിനെതിരെ പൊരുതുന്ന ഒരു രാജ്യമായിട്ടാണ് കാണുന്നത്. ഈ ഒരു പൊസിഷൻ പാകിസ്ഥാനിന് കൊടുക്കുന്നതിലൂടെ യുണൈറ്റഡ് നേഷൻസ് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താണ് ലോകത്തിന്? അതായത് പാകിസ്ഥാൻ തീവ്രവാദത്തിന്റെ വിക്റ്റിമാണ്, അവരാണ് ശരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ഈ ഒരു തീവ്രവാദത്തിന് എതിരെ പൊരുതാൻ വേണ്ടിയിട്ട് എന്ന് ഏത് ക്രൈറ്റീരിയ വെച്ചിട്ടാണ് യുണൈറ്റഡ് നേഷൻസ് ഈ ഒരു തീരുമാനം എടുത്തതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല.
അമേരിക്കയിൽ അഫ്ഗാനിസ്ഥാനികൾക്ക് ബാൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് പെർമനന്റ് ബാൻ ആണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോഴത്തേക്കും ഈ അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരുന്ന സമയത്ത് താലിബാനുകൾക്കെതിരെ അവിടുത്തെ ലോക്കലായിട്ടുള്ള കുറേ അഫ്ഗാനികൾ അമേരിക്കൻ ട്രൂപ്പിൻ്റെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നു. അതായത് അമേരിക്ക തന്നെയാണ് പറഞ്ഞത്, നിങ്ങൾ ഞങ്ങളെ സഹായിക്കൂ, കാരണം ഈ ഒരു താലിബാൻസിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് സ്പൈ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കുറേ ലോക്കൽസിനെ ഇവർ ഹയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഹയർ ചെയ്ത ലോക്കൽസിന് ഇവർ ഒരു പ്രോമിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അഥവാ താലിബാനുമായിട്ടുള്ള യുദ്ധം ഞങ്ങൾ പരാജയപ്പെട്ട് ഇവിടെ നിന്ന് പോകുന്നെങ്കിൽ നിങ്ങളെയും കൂടെ കൊണ്ടുപോകും. കാരണം അല്ലെങ്കിൽ താലിബാനുകളുടെ കയ്യിൽ ഇവർ കിട്ടിക്കഴിഞ്ഞാൽ ഇവരെ വധിച്ചങ്ങ് തള്ളത്തില്ലേ, താലിബാന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇവരെ തീർത്ത് കളയത്തില്ലേ, കാരണം ഇവർ താലിബാനെതിരെ ഒറ്റുകാരായിട്ട് ജോലിയെടുത്ത ആൾക്കാരല്ലേ. അപ്പോൾ ആ ഒരു കൺസിഡറേഷനിലാണ് ഈ ആൾക്കാരെയൊക്കെ അമേരിക്ക വിട്ട് പോകും. അമേരിക്ക അഫ്ഗാനിസ്ഥാൻ വിട്ടു പോകുമ്പോഴത്തേക്കും ഈ കാറ്റഗറിയിൽപ്പെട്ട കുറേ ആൾക്കാരെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ആ ആൾക്കാരൊക്കെ അവിടെ ഇപ്പോഴും അവർ ഈ ഒരു ടെമ്പററി ആയിട്ട് തന്നെയാണ് അവിടെ ഇപ്പോഴും അവർക്ക് നാഷണാലിറ്റി കൊടുത്തിട്ടില്ല. കുറേ അഫ്ഗാനികൾ ഇതുപോലെ അമേരിക്കൻ ട്രൂപ്പുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ച ആൾക്കാർ അമേരിക്കയിലുണ്ട്. അവരെല്ലാം തന്നെ ഇതേപോലെ അമേരിക്കൻ പൗരത്വം കാത്തു കിടക്കുന്ന ആൾക്കാരാണ്. ആ ആൾക്കാരെയൊക്കെ ഇപ്പോൾ ഡീപ്പോർട്ട് ചെയ്യാനുള്ള സാഹചര്യമാണ് ഒരുങ്ങിയിരിക്കുന്നത്. കാരണം ട്രംപ് അഫ്ഗാനിസ്ഥാനെ ഫുൾ ആൻഡ് ഫുൾ ബാൻ ചെയ്തിരിക്കുകയാണ്. അതിലുപരിയായിട്ട് ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഇങ്ങനെ കയറി വന്ന ആൾക്കാരെ തിരിച്ച് ഡീപ്പോർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നാട് കടത്തുന്നെങ്കിൽ തിരിച്ച് അഫ്ഗാനിസ്ഥാന്റെ ഉള്ളിലേക്ക് തന്നെ കൈമാറേണ്ടി വരും. അങ്ങനെ കൈമാറിക്കഴിഞ്ഞാൽ താലിബാനെതിരെ സ്പൈ വർക്ക് ചെയ്ത ഈ ആൾക്കാരെ, ഈ വ്യക്തികളെ അഫ്ഗാനിസ്ഥാന്റെ ഇപ്പോഴത്തെ ഗവൺമെന്റ് എങ്ങനെയാണ് അവരെ അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നത്? തീർച്ചയായിട്ടും അവരെ വേടിക്കും, അക്സെപ്റ്റ് ചെയ്യും, വധിച്ചു കളയും. ഈ രീതിയിലുള്ള വിചിത്രമായ ചില നിയമങ്ങളാണ് അമേരിക്കയിൽ ഇപ്പോൾ നടപ്പിലാക്കുന്നത്. അത് പ്രോമിസ് ചെയ്തു കഴിഞ്ഞാൽ ആ പ്രോമിസ് നിറവേറ്റാനുള്ള ബാധ്യത കാണിക്കണം, സാമാന്യ മര്യാദ കാണിക്കണം. അതാണ് ചെയ്യേണ്ടത്. ഇവരുടെ ട്രൂപ്പിന് വേണ്ടിയിട്ട് ഇവരോടൊപ്പം നിന്ന ആൾക്കാരെയാണ് ഇവർ തിരിച്ച് കയറ്റി അയക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും കുറേ വിഷയങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.